തെളിവെടുപ്പ് പൂർത്തിയായി. തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമിയെ തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് കണ്ണൂരിൽ നിന്ന് അതീവ സുരക്ഷയോടെ തൃശൂരിലേക്ക് കൊണ്ടുപോയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് വിയൂരിലേക്ക് മാറ്റിയത്. അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദസ്വാമി ഇപ്പോൾ ജയിൽ വേഷത്തിൽ തന്നെ. ഇന്നലെ പുലർച്ചെ 3-നും 6-നും ഇടയിലാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ജയിൽ ചാടുന്നതിനായി മാസങ്ങൾ നീണ്ട പരിശ്രമം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് തടി കുറച്ചത്. അലർജി ആയതിനാൽ താടി വെട്ടരുത് എന്നും ആവശ്യപ്പെട്ടു. ജയിലിന് പുറത്തെ കൂറ്റൻ മതിൽ പുതപ്പും തോർത്തും ഉപയോഗിച്ച് വടം കിട്ടിയ ശേഷം ഒറ്റക്കൈ ഉപയോഗിച്ച് ചാടുകയായിരുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്ന ഇയാൾ 9 മണിയോടുകൂടിയാണ് കണ്ണൂർ തളാപ്പിലെ പാമ്പൻ മാധവൻ റോഡിലേക്ക് എത്തിയത്. ഈ ഭാഗത്തു നിന്ന് കണ്ട ദൃക്സാക്ഷികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടാനായത്. 10 മണിയോടെ പിടികൂടി കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സെൻട്രൽ ജയിലിലേക്ക് തെളിവെടുപ്പിനായി എത്തിച്ചു. തുടർന്ന് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയ ഗോവിന്ദച്ചാമിയെ ഇന്ന് രാവിലെയാണ് വിയൂരിലേക്ക് മാറ്റിയത്. ജയിലിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗവും ചേരുന്നുണ്ട്. Subscribe to One India and never miss an update.